ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് തേന്മാവിൻ കൊമ്പത്തിലെ തമ്പാട്ടിയമ്മ. സഹോദരിക്ക് വേണ്ടി വിവാഹം പോലും കഴിക്കാതെ ജീവിതം ഒഴിഞ്ഞു വെച്ച സഹോദരനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, വീട്ടിലെ വേലക്കാരൻ പയ്യനെ സ്വന്തം മകനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു അമ്മ. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ ഞാൻ സെറ്റിൽ ചെന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ആ പതുങ്ങിയ ആ ഒരു ഭാവം അങ്ങോട്ട് മാറ്റി വയ്ക്കുക, ചേച്ചി ഒന്ന് ഇളകി അഭിനയിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവുമോ? ഒക്കെ ശരിയാവും, ഞാനല്ലേ പറയണേ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ആദ്യം ഒരു സീൻ എടുത്തപ്പോൾ എൻ്റെ ആ പതുങ്ങിയ ഒരു ഇത് മാറാത്തത് കൊണ്ട് വീണ്ടും റീഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡബ് ചെയ്തതും പ്രിയൻ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. രണ്ടാമത് എന്നെ കൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇളകി പറയാൻ പറഞ്ഞു. അങ്ങനെ കുറേ സീൻസൊക്കെ രണ്ടാമതും ഡബ് ചെയ്യുകയും ചെയ്തു. എനിക്ക് വളരെ ആസ്വദിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, വളരെ ഞാൻ അതുവരെ ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ തൃപ്തിയുമായിരുന്നു ആ സിനിമ. ഇതിൽ ശ്രീകൃഷ്ണനും മണിക്കുട്ടനും കൂടെ മാർക്കറ്റിൽ പോയി ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാർത്തുമ്പി എന്ന് പറയുന്ന ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരും. ഇവർ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ശ്രീകൃഷ്ണന് ഈ പെണ്ണിനോട് ഭയങ്കര പ്രേമമായി. അപ്പം മണിക്കുട്ടൻ ഈ പെണ്ണിനോട് ഇഷ്ടമുണ്ട്, അവൾക്ക് അങ്ങോട്ടും ഉണ്ട്. ഇത് എൻ്റെ സഹോദരനറിയില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും അങ്ങോട്ട് എൻ്റെ സഹോദരൻ അങ്ങ് വില്ലനായി മാറുകയാണ്. കുറേ കഴിയുമ്പം ഈ ശ്രീകൃഷ്ണനെ കാണില്ല. അപ്പോൾ മണിക്കുട്ടൻ കൊന്നതാണെന്ന് അങ്ങോട്ട് സ്ഥാപിക്കും. ഇതിൽ ശ്രീനിവാസൻ ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്, അപ്പക്കാള. എനിക്ക് ഈ അപ്പക്കാളെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇവനാണ് ഈ കുബുദ്ധി മുഴുവനും പ്രയോഗിച്ച് വേറൊരു പെൺകുട്ടിയുണ്ട് നമ്മുടെ, അവളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്, ഇങ്ങനെ പിന്നെ കാർത്തുമ്പിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രീകൃഷ്ണൻ ചേട്ടനെ കൊന്നത് മണിക്കുട്ടനാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അവസാനം ഒരു ദിവസം വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ പ്രേമിച്ചിരുന്നൊരു സ്ത്രീയുണ്ട്, അത് ലളിതയാണ് ആ ക്യാരക്ടർ ചെയ്തത്. രണ്ടുപേരും കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് വന്നിറങ്ങും. എല്ലാവരും അങ്ങ് വഷളാവും, പറഞ്ഞവരൊക്കെ എല്ലാവരും വഷളാകും. അപ്പോൾ ഒരു വേണുവിൻ്റെ ഒരു കള്ളനോട്ടം കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പരിങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ പോയിട്ട്, നീ ഇങ്ങ് വന്നേ എന്ന് പറയും. അപ്പോൾ ഏതാണെന്ന് ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അടുത്ത് വന്ന് ഒരെണ്ണം അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ പറയും, നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല നമുക്ക് വേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഒരു ഹാപ്പി ആയിട്ട് മാറുന്ന ഒരു സിനിമയാണ്.